ഞാൻ ജിൻഡോ. ഞങ്ങൾ ഏങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലം, തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. അതിനിടയിൽ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടായി. മാസം തികയാതെയാണ് ആ ഉണ്ണീനെ ഞാൻ പ്രസവിച്ചത്. 7ാം മാസം. അവൻ 1 മാസം വെന്റിലേറ്ററിലൊക്കെ കിടന്നു. ഞങ്ങൾക്ക് അവനെ കിട്ടിയില്ല. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ ആദ്യം ഒരു BHCG എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻ്റാന്നുള്ളത് ഒരു 1000 വാല്യൂ, ഒരു 1000 ഉണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു 1.5 അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1.5 ഒരു ദിവസം വ്യാഴാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 450 കുറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീണ്ടും ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴും അത് 450 തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടീനെ നിനക്ക് കിട്ടാൻ സാധ്യതയില്ല, നീ എന്തായാലും ശനിയാഴ്ച ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച സ്വാതന്ത്ര്യാഭിഷേകം ഷാലോൺ TV-യിൽ പ്രാർത്ഥിച്ചു. അതിനൊപ്പം തന്നെ ഓൺലൈനിലായിട്ട് ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ശനിയാഴ്ച ഞാൻ ഡോക്ടറെ അടുത്ത് സ്കാനിങ്ങിനൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും നീ ഒന്നും കൂടി പോയി BHCG ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ BHCG ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ 450 എന്നുള്ളത് 4000 ഉയർന്നു. അങ്ങനെ സ്കാനിങ് കഴിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ തുടരെ കുറേ കോംപ്ലിക്കേഷനായിരുന്നു. ഷുഗർ കൂടെ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക, ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ്. അങ്ങനെ 9ാം മാസം തുടങ്ങിയിട്ടുള്ളൂ. 8 കഴിയുമ്പോഴേക്കും ഇവനെ ഞാൻ പ്രസവിച്ചു. അന്ന് ഇവനും കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 200 ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. അങ്ങനെ ഉണ്ണീനെ NICU കുറച്ച് ദിവസം കിടത്തി. ഇപ്പം അവന് അടുത്ത മാസം 1 വയസ്സാവണു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി.